ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃച്ചിയിലെ ഒരു അണ്ണാനഗർ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു മാർക്കറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. എല്ലാ ആഴ്ചകളിലും ഇതുപോലെ തന്നെ വെള്ളിയാഴ്ചകളാട്ടോ സാധാരണ വെക്കാറ്. ഇതേപോലെയുള്ള ഒരു ചന്ത, ചെറിയൊരു ചന്ത. അതായത് ഇവിടുത്തെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന കർഷകരൊക്കെ അവരുടെ തോട്ടത്തിൽ തന്നെ വിളയിച്ചിട്ടുള്ള സാധനങ്ങൾ അവരെന്നെ ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ, ഇവിടുത്തെ ഇപ്പം വലിപ്പ ചെറുപ്പമൊന്നുമില്ല, എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്നാണ് ഈ ആഴ്ചക്കാഴ്ചക്ക് സാധനങ്ങൾ വാങ്ങി പോവുക. എല്ലാ ആഴ്ചകളിലും ഉണ്ടാവും ഇത്. മെയിൻലി 10-ാം തീയതി ദിവസങ്ങളിലൊക്കെ ആയിട്ട്, അതായത് ഒരു മാസത്തിലേക്ക് കണക്കാക്കുമ്പോൾ 10-ാം തീയതി കണക്കാക്കിയിട്ടായിരിക്കും ഈ ഒരു ഇതുണ്ടാകുക. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ഉണ്ടാവും. അത് മാസത്തിലാണ് വാങ്ങുന്നവരാണെങ്കിൽ 10-ാം തീയതി കണക്കാക്കിയിട്ടായിരിക്കും വാങ്ങുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുക നമുക്ക്. നമ്മൾ പുറമേ പോകുമ്പോൾ ഒരു മാർക്കറ്റിൽ നിന്നൊക്കെ, അതായത് വലിയൊരു മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുമ്പോൾ നമ്മളവിടെ ഓഫറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എത്രത്തോളം ഓർഗാനിക് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് അത് 100% ഗ്യാരണ്ടി നമുക്ക് ചെയ്യാം, എല്ലാം ഓർഗാനിക്കാണ്. കാരണം ഇവിടെ അവരെ സ്വന്തം തോട്ടത്തിൽ ചെറിയ ചെറിയ ഏരിയകളിലായിരിക്കും, അവരുടെ ഗ്രാമങ്ങളിലൊക്കെ അധികം വളവും കാര്യങ്ങളൊന്നും ഇടാണ്ട് നട്ടു വളർത്തി പരിപാലിച്ച് പോയി ഇവിടെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാർക്കറ്റിൽ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇന്നാണെന്നുണ്ടെങ്കിൽ അതേ ആളുകൾ തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാർക്കറ്റ് വയ്ക്കുമ്പോൾ അങ്ങോട്ടും പോയിട്ട് ഇവർ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ചെറിയൊരു ഏരിയയാണ്. ആ ഏരിയനകത്താണ് ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കും ഒത്തിരി ഒരു സാധനങ്ങൾ വാങ്ങാനും അതേപോലെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് കറങ്ങാൻ വരുന്നതിനും ഒക്കെ ഒരു സൗകര്യമാണത്. കാരണം ചെറിയ ഫുഡ്, ഐസ്ക്രീം അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനത്തെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്, അതും ഈവനിങ് മാത്രം കേട്ടോ, വൈകുന്നേരങ്ങളാണ് ഉണ്ടാവുള്ളൂ. ഒരു 6 മണി മുതൽ അങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സൗകര്യപ്രദമാവും. കാരണം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നൈറ്റ് ഒരു 10-10:30 വരെയെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് ആ ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ എല്ലാം നല്ല സാധനങ്ങളാട്ടോ നിങ്ങൾക്ക്. കാരണം നമ്മളെന്താ വെച്ചാൽ നമ്മൾ വാങ്ങുന്നില്ല, നമ്മൾ ഇതിപ്പോൾ വാങ്ങാൻ വേണ്ടി വന്നല്ലോ, നമ്മൾ ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വില ചോദിച്ച് കഴിയുമ്പോൾ എല്ലായിടത്തും വില പോയി ചോദിച്ചിട്ട് നമ്മൾ സാധനം വാങ്ങാണ്ടിരിക്കുന്നൊരു മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിലയും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാട്ടോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതും നല്ല എല്ലാ സാധനങ്ങളും. കാരണം നമ്മളെ നാട്ടിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഓരോ കടകളിൽ പോയി വെക്കണം. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, അതും ഈ മല്ലിച്ചപ്പ്, കരിവേപ്പില, ചീരകൾ, പിന്നെ മറ്റുള്ള വഴുതന, തക്കാളി, ഉള്ളി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെയിൻലി നമുക്ക് സാധാ കടകളിൽ കിട്ടാത്തപ്പോൾ വലിയ ടൗണിലേക്ക് പോയി വാങ്ങേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം എല്ലാം അവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ ചെറിയൊരു മാർക്കറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അതായത് ഈ കച്ചവടക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് വലിയ മുതിർന്ന ആളുകൾ മുതൽ, പ്രായമായിട്ടുള്ള ആളുകൾ മുതൽ ഈ ചെറിയ കുട്ടികൾ, അതായത് അവർ കോളേജിലൊക്കെ പോയി അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, സ്കൂളിലൊക്കെ പോയിട്ട്. അപ്പോൾ അവരുടെ ഒരു വൈകുന്നേരം ഒരു സൈഡായിട്ടുള്ള ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരും ഇതേപോലെ വന്ന് വിൽക്കാറുണ്ട് പല സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ കണ്ടില്ലേ പപ്പടം, നമുക്ക് മറ്റേ പല വിധത്തിലുള്ള പപ്പടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഇത്. എന്തായാലും നമ്മളെ നാട്ടിനെ അപേക്ഷിച്ച് നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല വിലക്കുറവ് തന്നെയാണത്. നമ്മൾ പോയിട്ട് അതായത് ഒരേ സാധനം തന്നെ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കണ്ടറിഞ്ഞ് നോക്കി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആ 1-2 ഐറ്റം, ഉള്ളി തന്നെ ആണെങ്കിൽ 1-2 ഐറ്റം ഉണ്ടാവും. ആ 2 ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് വരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത്രയും ആളുകളുണ്ടാവും, പല സൈഡിലുണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വരാൻ പറ്റും. അതൊരു ഈ ഒരു ചെറിയൊരു മാർക്കറ്റിൻ്റെ ഒരു നല്ലൊരു ഗുണങ്ങളിലൊന്നാണത്. പിന്നെ എനിക്കറിയാത്ത ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ചീരയും ഒക്കെ കാണുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില സാധനങ്ങൾ ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. പിന്നെ പല വെറൈറ്റി സാധനങ്ങളുണ്ടോ. പക്ഷേ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഓരോ വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്നതാണ് ഈ ഉള്ളിയും തക്കാളി. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഈ പല വെറൈറ്റി ചീരകൾ, മുളകുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ക്യാരറ്റ് 2-3 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് നമ്മൾ ഊട്ടിയിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ്, ഊട്ടിയിൽ നിന്ന് വിളയിക്കുന്ന, അത് നല്ല തണുത്ത പ്രദേശങ്ങളിൽ വിളയിക്കുന്നൊരു
ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നോർമലി മൈസൂർ ബേസ് ചെയ്തിട്ടുള്ള, പിന്നെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള, അങ്ങനെ വെറൈറ്റി ഉണ്ട്. കണ്ടില്ലേ മല്ലിച്ചപ്പ് കണ്ടില്ലേ എത്രയാണെന്നുള്ളത്. കാരണം നമുക്ക് അതും ഇത് ഇവിടെ മാത്രമല്ല, അങ്ങനെ ഓരോ സ്ഥലത്തുണ്ട്. ഓരോ സ്ഥലത്ത് അവരിങ്ങനെ അത് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സാധനങ്ങൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ മല്ലിച്ചപ്പ്, ചീരയല്ല കരിവേപ്പിലൊക്കെ വാങ്ങുമ്പോൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ ചിപ്സ്, സ്നാക്സ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അതിപ്പം ബജ്ജി, പഴംപൊരി ഇല്ല, വാഴക്കയുടെ ബജ്ജി, അതാണ് ഇവിടെ ഉള്ളത്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ പഴംപൊരി ഇവിടെ ഉണ്ടാവില്ല, തമിഴ്നാട്ടിലുണ്ടാവില്ല. പിന്നെ ചിക്കൻ്റെ അങ്ങനെ കുറേ വിഭവങ്ങൾ, ബിരിയാണി, അങ്ങനെ പല വെറൈറ്റീസ് കേട്ടോ. കാരണം നമുക്കൊരു വെറുതെ ഒരു നൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനും ഒന്ന് ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, തമിഴ്നാട്ടിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ആ ക്ലൈമറ്റിൽ കുറച്ചൊരു ആശ്വാസം കിട്ടാനൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ കാറ്റുകൊണ്ട് നടക്കാം, പാനിപ്പൂരി കഴിക്കുക, അങ്ങനത്തെയൊക്കെ ഒരുപാട്. നമുക്ക് എന്തൊക്കെ ചെറിയ ഒരു ഫുഡിങ്, ചെറിയൊരു ഔട്ടിങ്, ആ രീതിയിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റ് ജേണിയൊക്കെ കാണാം. ശരിക്കും ജേണി എന്നല്ല പറയുക, നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഇതിലുള്ളപ്പോൾ അറിഞ്ഞു വന്നു കണ്ടു, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ അതിങ്ങനെ. കാരണം നമ്മളെ നാട്ടിൽ ഇതേപോലത്തെ ഒരു ചന്ത നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടോ. ഇനി വേറെ സ്ഥലത്ത് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ബിരിയാണിയൊക്കെ നമ്മളെ നാട്ടിലെ പോലെയല്ല, അത് തമിഴ്നാട്ടിലെ ഒരു സ്റ്റൈലിലാണ് ബിരിയാണി കാര്യങ്ങളൊക്കെ. തമിഴ്നാട്ടിലെ നോർത്ത്, കേരളം വിട്ട് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തൊക്കെ ബിരിയാണി ഒരു ടൈപ്പ് സാധനം. നമ്മൾ കേരളത്തിൽ മാത്രമുള്ള ഒരു വെറൈറ്റി ബിരിയാണിയും ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കിയെല്ലായിടത്തും ബിരിയാണി ഒരു വേറെ ഫ്ലേവറിലാണ്, വേറൊരു മോഡലാണ് ശരിക്കും. പിന്നെ ചിക്കൻ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി, അത് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അവരുടെ അത് ഒന്നാമത് മസാലയും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അവരുടെ ഒരു ഇതിനനുസരിച്ച്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇവിടെ നമ്മൾ കഴിച്ചപ്പോഴും നമുക്ക് അറിഞ്ഞത്. എന്തായാലും കുറേ മലയാളികളുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ, കണ്ടമാനം മലയാളികളുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു, ഹാപ്പിയാണ്. പിന്നെ അതും പ്രത്യേക ഒരു ഇതുണ്ട്, കാരണം ഇവിടെ ബിരിയാണിയൊക്കെ ശരിക്കും ബായ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുക. അത് മുസ്ലിംസിന് ഇവിടെ ബായ് ബിരിയാണി അങ്ങനെയൊക്കെയാണ് പറയുക ഇവിടെ. ശരിക്കും അവരാണ് ഇങ്ങനെ കൂടുതൽ ഇവിടെ നോണും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വിൽക്കുന്ന ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ ആളുകൾ കഴിക്കുക മാത്രമേ ഉള്ളൂ, ഈ വിൽപ്പനയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ബായ് ബിരിയാണി എന്ന് പറയുന്നത്. പിന്നെ കരിമ്പിൻ ജ്യൂസ് കണ്ടിട്ടില്ലേ, കരിമ്പിൻ ജ്യൂസ്